ഗായ്സ്, അപ്പം ഞാൻ വെറുതെ വന്നിട്ട് ഇങ്ങനെ വെളിയിലിരുന്നപ്പോൾ അമ്മ എന്തിനോ പുറത്തേക്ക് പോയി. അപ്പം അമ്മൂനെ കൊണ്ടുപോയില്ല. അപ്പം അമ്മു എന്നെ വന്ന് ദയനീയമായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക, എന്നെയും കൂടി ഒന്ന് പുറത്ത് കൊണ്ടുപോകുന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് കണ്ടൻറ്റ് ക്ഷാമം ഉണ്ട്, ഇവളെ നടക്കാൻ കൊണ്ടുവന്ന് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് കരുതി ഞാൻ ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് കരുതി. അപ്പോൾ എൻ്റെ വീഡിയോ ഫുള്ള് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എത്രത്തോളം കിട്ടും എന്നറിയില്ല, ബട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ എന്തായാലും ഫുള്ള് വീഡിയോ കണ്ടിക്കാൻ പോണോ? ബാ പോവാം. തുടലെടുത്തോണ്ടോ? തുടലെന്തിയേ? നടക്കാൻ പോവാം. തുടലെടുക്കാം. ബാ. അമ്മൂൻ്റെ തുടലെവിടെ? അമ്മൂൻ്റെ തുടലെവിടാ? തുടലെവിടെ? അയ്യോ, തുടൽ കാണുന്നില്ല. അപ്പം നമ്മൾ എങ്ങനെ പോകും? നോക്കട്ടെ. കിട്ടി. എന്താ പറ്റി? അമ്മൂന് നടക്കാൻ പോണോ? തുടലെടുക്കുക, അത് നോക്കുക. തുടലെടുക്കുന്നോണ്ട് വേറെ ഒന്നും മൈൻഡ് ചെയ്യത്തില്ലേ? ഇല്ലില്ല, മൈൻഡ് ചെയ്യൂല. വലിയ പോസ. അമ്മൂനി ഗേറ്റിൻ്റെ അവിടെ പോയി വെയിറ്റ് ചെയ്യും, നമ്മൾ ചെല്ലുന്ന വരെ. നോക്ക്. അങ്ങനെ നോക്ക്. കൂടെ വാ, വെളി പോ. വാ വാ വാ. ഞാൻ അങ്കിള് വിളിക്കുന്ന അപ്പുറത്തെ. അയ്യോ, ഏതോ ചെറുക്കൻ വരുന്നുണ്ട്, അവനെ നോക്കിയിട്ട. പോട്ടെ പോട്ടെ, നിൽക്കുന്ന അടങ്ങി നല്ല ഞാൻ തുടലെടുക്കത്തുള്ളേ. അമ്മ 2-3 ദിവസത്തിന് ശേഷമാണ് പുറത്തോട്ടിറങ്ങുന്നത്. വരുന്നോ നടക്കാൻ? അമ്മ കുറേ ദിവസത്തിന് ശേഷമാണ് പുറത്തിറങ്ങുന്നത്. കാരണം ഞാൻ 2-3 ദിവസം കുറച്ച് തിരക്കായിരുന്നു. പിന്നെ അമ്മയ്ക്കും ഭയങ്കര തലവേദനയൊക്കെ ആയതുകൊണ്ട് ഒരു 4-5 ദിവസത്തിന് ശേഷം അമ്മൂനെ പുറത്തിറങ്ങുന്നുണ്ട്. ബീഗോയ്ക്കും ഭയങ്കര സന്തോഷം, അമ്മൂനും ഭയങ്കര സന്തോഷം. അപ്പോൾ നമ്മളിങ്ങനെ ഫുള്ള് അമ്മു ചില്ലടിച്ച് നടക്കുകയാണ്. ഡീഗോനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഡീഗോ ഇടയ്ക്കിടയ്ക്ക് കുറേ കോപ്രായം കാണിക്കുന്നുണ്ട് അമ്മൂൻ്റെ ശ്രദ്ധ കിട്ടാനായിട്ട്. പക്ഷേ അമ്മൂനെയും കൂടി കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. മീഗുനെന്തോ മോനെ വാക്കിന് ഇറങ്ങിയിരിക്കുകയാണ് ഗായ്സ്. ഇങ്ങോട്ട് നോക്കി, നീ എന്ത് തപ്പുന്ന എടുക്കുന്നത്? അവിടെ സാശയുണ്ട്, സാശനെ കാണാമോ? അയ്യോ, തോന്നിക്കുന്നു. നമ്മുടെ കൂടെ വന്ന ബീഗോ ഇവിടെ അമ്മ കോഴിക്ക് കൊടുക്കാൻ വേണ്ടി പുല്ല് കിട്ടുക. അമ്മ മാറിക്ക്, ബീഗോനെ കാണുന്നില്ല. അവനവിടെ എന്തോ തിന്നാൻ കിട്ടി, അവനത് തിന്നുകൊണ്ടിരിക്കുക. അമ്മേ സ്മൈൽ പ്ലീസ്. അയ്യോ അയ്യോ അയ്യോ, ഇവൻ എന്ത് കാണിക്കുന്നേ? ശരിക്കും പറഞ്ഞ് ഇവർ രണ്ടിലും ഡീഗോ ആണ് പാവം. കാരണം അമ്മൂന് പെട്ടെന്ന് ദേഷ്യം വരും. അമ്മ ഇപ്പം ഇങ്ങനെ നമ്മൾ കൂളായിട്ട് ഡീഗോ വന്ന് അമ്മൂൻ്റെ അടുത്ത് നിൽക്കുവാണെങ്കിൽ കുറച്ച് ടൈം അമ്മ ഓക്കെ ആയിരിക്കും. പക്ഷെ അങ്ങോട്ടേക്ക് ഒരു കടിക്കാൻ ചെല്ലും. അതിപ്പോൾ അമ്മ വേറെ ഏതെങ്കിലും പട്ടീൻ്റെ അടുത്തായാലും നോർമൽ ആൾക്കാരുടെ അടുത്തായാലും ഡീഗോനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഡീഗോണ് ഏറ്റവും പാവം. ഡീഗോ ആരെന്ത് ചെയ്താലും ഒരു പ്രശ്നമില്ല, അവനങ്ങ് നിന്ന് കൊടുത്തോളും. കാണാൻ വലിയ ശരീരവും കാര്യങ്ങളാണെങ്കിലും അവന് പിഞ്ച് മനസ്സാന്ന് പറയുന്ന പോലെ അവൻ ആർക്കും ഒരു ശല്യവും ചെയ്യാണ്ട് ഇങ്ങനെ നടന്നോളും. അവനെ ഇവിടെ പൂട്ടിയിടുക, അപ്പുറത്തെ വീടിന് മതിലൊന്നുമില്ല, പക്ഷെ അവനെ പൂട്ടിയിടുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നേരെ ഫ്രണ്ടിൽ സ്കൂളുണ്ടെങ്കിലും പിള്ളേർ പോവുകയാണെങ്കിലും അവൻ അതൊന്നും മൈൻഡ് ചെയ്യില്ല. എല്ലാവർക്കും അവനിട്ട് ഭയങ്കര കമ്പനിയാണ്. എല്ലാവരും വന്ന് അവനെ കുറച്ച് നേരം നോക്കിയിട്ടേ പോകത്തുള്ളൂ. ഈ അമ്മ എന്തൊക്കെയോ കോപ്രായം കാണിക്കുന്നുണ്ട്. പാവം ഡീഗോ അതിൻ്റെ പുറകിന് ഇങ്ങനെ മണപ്പിച്ച് നടക്കുക. അവനെന്തോ അമ്മൂനെ പുറത്ത് കിട്ടുന്ന എന്തോ സ്വർഗ്ഗം കിട്ടിയ ഫീലാണ്. കാരണം ഇവന് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ചുമ്മാ ഇവളുടെ പുറകിനെ ഇങ്ങനെ വാലാട്ടി നടക്കാനായിട്ട്. എന്നിട്ട് ഞാൻ ഏകദേശം അമ്മൂനെ കൊണ്ട് ഇനി വീട്ടിൽ കയറാമെന്ന് കരുതി
അമ്മ വന്നിട്ടും വരുന്നില്ല. ഞാൻ വലിച്ചാണ് വീട്ടിൽ പോകാൻ നിൽക്കുന്നത്. കാരണം അമ്മൂന് മതിയായിട്ടുള്ളത് റോഡിൽ നിന്നിട്ട്. എൻ്റെ അമ്മൂനെയും കൊണ്ട് ദേ വീട്ടിലേക്ക് കയറി. നമ്മൾ നടന്നിട്ട് വന്നു കഴിഞ്ഞാൽ അമ്മൂന് പോച്ചുണ്ടപ്പോൾ എന്തോ ഒരു പ്രത്യേക ആക്രാന്തം. ഇനി പോകാൻ നേരം വല്ല ഉറുമ്പും കടിച്ചാണോ എന്ന് അറിയത്തില്ല. നമ്മൾ പോച്ചയ്ക്കത് കുത്തി മറിയുന്നു. എടി എഴുന്നേക്ക് എഴുന്നേക്ക് മാറ് വാ നിക്ക് അമ്മു. മേത്ത് നീറുണ്ടെന്നാ തോന്നുന്നത്. ഇതേ കയറി പോണ ഒരെണ്ണത്തിനെ കിട്ടി. എടാ നീറുണ്ടല്ലോ. എണ്ണിക്ക് ഇതിനകത്ത് നിന്ന് എഴുന്നേക്ക്. ബാ ബാ വാ 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 എഴുന്നേക്ക്. എന്താ പറ്റിയേ? എടാ അത് ഫുള്ള് നീറാ, എഴുന്നേക്കാൻ. ഞാൻ ഇവളെ എഴുന്നേൽപ്പിക്കേണ്ടത് ഫുള്ളെല്ലാം നീര് കടിച്ചു. എൻ്റെ അമ്മൂനെ നീര് കടിച്ചു ഗൈസ്. നോക്ക്, ഞാൻ പറഞ്ഞ പോച്ചയ്ക്കകത്ത് കിടക്കല്ലേന്ന്. അവിടെ കിടക്ക്, ഞാൻ എടുത്തു തരാം. ഇന്ന് കിടന്നാ നോക്കട്ടെ മേത്ത് എവിടെയെങ്കിലും ഉണ്ടോന്ന്. ഇല്ല, മേത്തൊന്നുമില്ല. ഉണ്ടോ എവിടെയല്ലേ? എവിടെ കടിക്കുന്നുണ്ടോ? കടിക്കുന്നുണ്ടോ എവിടെയും? ഇവിടെയാണോ? നോക്കട്ടെ ചേച്ചി, നോക്കട്ടെ. നിക്ക്. കഷ്ടം, നീര് കടിച്ചിട്ടുള്ള കിടപ്പം. ഞാൻ കിടന്നൊക്കെ തരുന്നു. എവിടെയാ? ചൊറിയുന്നുണ്ടാ? നിന്നോട് ആ പോച്ചയ്ക്കകത്ത് കയറി കിടക്കരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ. മതി വാ. ഇനിയും കടിക്കുന്ന പാവൊന്ന് ചൊറിഞ്ഞു. മോനും കൊണ്ട് നടക്കാൻ പോകുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പറയടി. അമ്മ അവിടെ വെളിയിൽ അമ്മേനെ നോക്കി നിൽക്കാം. പറ, ലൈക്ക് ചെയ്യാൻ പറ.